ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഉള്ളൊരു റിയാലിറ്റി ഉണ്ട്. നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ച ഒരു ഗോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുകയാണെങ്കിൽ ഗോള് റൈറ്റ് ചെയ്യും അല്ലെ? ഈ റിയാലിറ്റിയിൽ നിന്നും ഈ ഗോളിലേക്കുള്ള ആക്ഷനുകൾ എന്തൊക്കെ എടുക്കണം? റൈറ്റിങ്ങിന്റെ പുറത്ത് എന്തെങ്കിലും എടുക്കുന്നത്? അതിന്റെ മേൽ ഉത്തരവാണ് ഞാൻ ഇന്ന് ഇവിടെ സാറിന്റെ ക്ലാസ് ഇരിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു. കാരണം നമുക്ക് എല്ലാവരും നമ്മൾ ഗോളുകളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രശ്നം. നമ്മുടെ സമയത്ത് നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും, അവിടെയാണ് പുതിയ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് ആ ഫ്രെയിം വർക്കിന്റെ പേരാണ് ലാപ്പിസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ലേണിംഗ് ലൂപ്പിനെ കുറിച്ചാണ്. ഇതിന് നമ്മൾ പറയുന്നതാണ് ലാപ്പിസ് ലൂപ്പ്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം പ്രയോറിറ്റൈസ് എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എവിടെയാണ് നാം ഓരോരുത്തരും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം സാർ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ടു ഡു ലിസ്റ്റുകൾ എഴുതിയിട്ട് അല്ലെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളെയും എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യണം. സ്റ്റാൻഡ് ഫോർ ലിസ്റ്റ് ഓൾ ആക്ടിവിറ്റി. കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസത്തെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലർ എന്ത് ചെയ്യുന്നത് ടു ഡു ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ എത്തേണ്ടുന്ന ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടുന്ന കാര്യങ്ങൾ, ടു ബി വെർ യു വാണ്ട് ടു ബി എന്ന ചോദ്യത്തിന് നമ്മൾ ആദ്യം തന്നെ ഉത്തരം കണ്ടെത്തി. അതിനുശേഷം നമ്മൾ റിയാലിറ്റിയിലേക്ക് നോക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ പോകും. ആ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആ ലിസ്റ്റ് ചെയ്യണം എല്ലാ ആക്ടിവിറ്റികളും. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതിന് മനസ്സിലാവും. അടുത്തത് അനലൈസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്നലെ 4:45 എണീച്ചു, 9 മണി വരെ ഒരു സെഗ്മെന്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഓഫീസ്, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? വീണ്ടും തിരിച്ചു വന്നു. 4:30 മണിക്ക് എന്ത് ചെയ്തു? ഈവനിങ് വാക്കിന് പോയി. അപ്പൊ അതിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലത്തെ ദിവസം ഞാൻ ചെയ്തത്, ഓഡിറ്റ് ചെയ്യും. ആ ഓഡിറ്റിങ് നമുക്ക് നടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അവിടെ ചില പ്രയോറിറ്റികൾ നമുക്ക് മനസ്സിലാവും. പ്രയോറിറ്റി പി. അപ്പൊ ഒന്ന് എന്ത് ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്ത് നമ്മൾ രണ്ടെന്ത് ചെയ്തു? ഓഡിറ്റ് അല്ലെങ്കിൽ അനലൈസ് ചെയ്തു. മൂന്നാമത്തെ എന്ത് ചെയ്തു? പ്രയോറിറ്റി സെറ്റ് ചെയ്യാറാണ്. പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്തു. എവിടെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ട്. ആ പ്രയോറിറ്റിയിൽ നമ്മൾ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്, നാം ചെയ്യാനില്ലാത്തതുണ്ട്. ചില കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ടെറിബിൾ ആയിട്ട് നിൽക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പുവർ പെർഫോമൻസ് ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആവറേജ് ആയി നിൽക്കുന്നത്. കാരണം 2028 അല്ലെങ്കിൽ 2030 ഞാൻ എത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനമാണ്. അവിടേക്ക് എത്തുമ്പോൾ എന്റെ ഓർഗനൈസേഷൻ, എന്റെ ഹെൽത്ത്, എന്റെ ഫാമിലി, എന്റെ സോഷ്യൽ ഗോൾ, എന്റെ സ്പിരിച്വൽ ഗോളുകളെല്ലാം തന്നെ ഈ രീതിയിലായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ എന്റെ ബിസിനസിന്റെ ഒരു 10 ടൈംസ് ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എത്തുമ്പോൾ എന്റെ ചുറ്റുപാടുമുള്ള ആളുകളും മാറിക്കൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇന്നത്തെ രീതിയിലായിരിക്കരുത് ഞാൻ എന്റെ പ്രസന്റേഷൻ ഉണ്ടാവുന്നത്. സംതിങ് ഡിഫറെന്റ് ആയിരിക്കും. 2020 ഒരു ഓൺലൈൻ സെഷനിലാണ് ഞാൻ ആദ്യമായി ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് വന്നത്. കൃത്യമായി പറഞ്ഞാൽ 2020 ഏപ്രിൽ 19. ഒരുപക്ഷെ പല ഡേറ്റുകളും എനിക്ക് ഓർമ്മ ഉണ്ടാകാറില്ല.
പക്ഷെ ഈ ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഏത് ഉറക്കത്തിൽ എന്ന് വിളിച്ച് ചോദിച്ചാലും പറയും 2020 ഏപ്രിൽ 19. കാരണം അന്നത്തെ ദിവസമാണ് ഞാനൊന്ന് യൂട്ടേൺ അടിക്കാൻ തീരുമാനിച്ചത്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദിവസങ്ങൾ കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ ഒന്നും തന്നെ നേടാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഒരു സെക്കൻഡിൽ എടുക്കുന്ന തീരുമാനം. എന്റെ ഫ്രണ്ടിലേക്ക് ഏകദേശം ഒരു 5 സെക്കൻഡ് കാണിച്ച ഒരു വാട്സപ്പ് നമ്പറാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. ചില നിമിഷങ്ങൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മളിൽ വരുത്തുന്ന ചേഞ്ചസ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടുന്നത് ആദ്യം നമ്മൾ ഇത് ലിസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ എന്ത് ചെയ്യും? ആ ലിസ്റ്റ് ചെയ്ത ആക്ടിവിറ്റികൾ കൃത്യമായിട്ടൊന്ന് ഓഡിറ്റ് ചെയ്യണം. നമ്മളിപ്പോ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യാറുണ്ട് അല്ലെ? നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടും അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രയോറിറ്റികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ഏതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് മെയിൻ തിങ്ങുകൾ, എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ തിങ്. എന്തൊക്കെയാണ് മെയിൻ തിങ്, എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ തിങ്. ആ പ്രയോറിറ്റൈസ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ചില കാര്യങ്ങൾ ആണ് ഞാൻ ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസവും എന്റെ ഷോപ്പിന്റെ ഷട്ടർ പൊക്കലാണ് എന്റെ ജോലിയെങ്കിൽ ഒരിക്കലും തന്നെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. 2010 ഞാൻ ആ ഹോൾസെയിൽ രംഗത്തേക്ക് വരുന്നത്. ഒരു വർഷത്തിൽ ആദ്യത്തെ വർഷം ഒരു കണ്ടെയ്നറായിരുന്നു, 20 ഫീറ്റ് കണ്ടെയ്നറായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നത്. 20 ഫീറ്റിലെ ഒരു കണ്ടെയ്നർ. രണ്ടാമത്തെ വർഷം വിചാരിച്ചു എങ്ങനെ 2 കണ്ടെയ്നർ കൊണ്ടുവന്നു ഒരു വർഷത്തിൽ. രണ്ടാമത്തെ വർഷം അവസാനിക്കുമ്പോൾ 2 നമുക്ക് എങ്ങനെ 3 ആക്കാൻ പറ്റും. ഒരു 20 ഫീറ്റ് ഉള്ളത് എങ്ങനെ ഒരു 40 ഫീറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു 40 ഫീറ്റ് ഉള്ളത് എങ്ങനെ നമുക്ക് ഒരു ഹൈക്യൂ ആക്കി മാറ്റാൻ പറ്റും. 28 CBF നിന്നും 58ലേക്കും 58ൽ നിന്നും 68ലേക്കും പിന്നീട് അത് എങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ റിപ്പീറ്റഡ് ആക്കിക്കൊണ്ടു. 1 വന്നു, 2 വന്നു, 5 വന്നു, 10 വന്നു, 20 വന്നു. അങ്ങനെ ആ ഒരു ജേർണി നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. നമുക്ക് സാധ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ഫോക്കസ് ചെയ്യും. അപ്പൊ നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ഓഡിറ്റ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നല്ല ഭാഗങ്ങൾ, നമ്മുടെ മോശപ്പെട്ട ഭാഗങ്ങൾ, അതല്ലെങ്കിൽ നാം ചെയ്യേണ്ടതുമാണ് മേജർ ആയിട്ടുള്ള മെയിൻ തിങ്ങുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. ആ ലിസ്റ്റിലൂടെ നമുക്ക് നോക്കുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ലിസ്റ്റിലേക്ക് നിന്ന് ഓഡിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. ഇന്നത് എന്നിൽ നിന്ന് നമ്മൾ ഡെലിഗേഷന്റെ ഭാഗം നമ്മൾ കൃത്യമായി നമ്മൾ എല്ലാവർക്കും തന്നെ പഠിച്ചതാണ് അല്ലെ? 6 ലെവൽസ് ഓഫ് എബിലിറ്റീസ്. അവിടെ നമ്മൾ പൂറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ആവറേജ് എന്തൊക്കെയാണ്, ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം തന്നെ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ആ മൾട്ടിപ്പിൾ തിങ്ങിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ തിങ്ങില്. ആ സന്ദർഭത്തിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 80% ഓഫ് ദ റിസൾട്ട് ഇസ് കമ്മിങ് ഫ്രം 20% ഓഫ് ആക്ടിവിറ്റി. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചില 20% ആക്ടിവിറ്റികളാണ്. നേരത്തെ സാറ് പറഞ്ഞു എന്റെ ആ ഒരു ജേണി, ഒരു ദിവസത്തെ ജേണിയിൽ എന്തോ ഒരു ചില കാര്യങ്ങളാണ് ഇന്നും എന്നെ ഈ രീതിയിൽ നിലനിർത്തുന്നത്. എന്റെ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. 20% ആണ് എനിക്ക് നൽകുന്ന 80% റിസൾട്ട്. എങ്കിൽ ആ ഒരു 20% ആക്ടിവിറ്റി എന്തൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ആ 20% നമുക്ക് എങ്ങനെ 30% ആക്കി മാറ്റാൻ പറ്റും? കാരണം 80% കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കിയെടുക്കാൻ പറ്റും. സ്ലോലി ഓരോരോ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ കിട്ടുന്ന ആ ഇൻസൈറ്റ് ആണ് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസൈറ്റ് മൈൻഡ്. എവിടെയാണ് നാം ഫോക്കസ് ചെയ്യുന്നത്? അപ്പൊ ഈ ലൂപ്പില്
ലാപ്പിസ് ഗ്രൂപ്പ്. ഒന്നാമത്തത് ലിസ്റ്റ്, രണ്ട് ഓഡിറ്റ് ഓർ അനലൈസ്, മൂന്നാമത്തത് പ്രയോറിറ്റൈസ്. നാലാമത്തത് എന്താണ്? ഇൻസൈറ്റ്. ഇവിടുന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ. ഈ ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മൾ വർക്ക് പോകുന്നത് ആ സീൽ ആണ്. സീൽ. അപ്പോ LAPIZ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഇത് ലിസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്, കിട്ടുന്ന ഇൻസൈറ്റുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള കിങ്സ് ക്ലബിന്റെ സെഷനിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട്. ആ ഇൻസൈറ്റുകൾ നമ്മൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റേഷനിലേക്ക് വരുന്നത്? കാരണം 80-20 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇന്ത്യയിൽ ഇവിടെ എത്തിച്ചത്. ആ 20% നമുക്ക് എങ്ങനെ ഗ്രാജുവലി വലുതാക്കി കൊണ്ടുവരാം? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കഴിഞ്ഞ 25 വർഷങ്ങൾ ഞാനിവിടെ സെഡിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, സീലാണ് ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതായത് നമ്മൾ ഈ ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്ന ഒരു ജേണി, അതാണ് സീൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നവരാണ് അവിടെ നമ്മുടെ ഈ 80-20 പ്രിൻസിപ്പിൾ നമ്മൾ മെയിനായിട്ട് കിട്ടിയത്. നമുക്ക് എന്താ മെയിൻ തിങ്, നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി മൾട്ടിപ്പിൾ തിങ്സിലെല്ലാം കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെലിഗേഷൻ ഫംഗ്ഷനിലേക്ക് എത്തിക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ 80-20 പ്രിൻസിപ്പിൾ നമ്മൾ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് മുന്നേറാൻ സാധിക്കും. അപ്പൊ ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയം വന്നായിരുന്നു, എങ്ങനെ എന്റെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന ഒരു ചോദ്യം വന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഒരു വേർഡാണ്, ലാപ്പിസ്. ലാപ്പിസ് അറിഞ്ഞിക്കാണെങ്കിൽ ഒരു സ്പാനിഷ് വേർഡാണ്. അതിന്റെ അർത്ഥം തന്നെ പെൻസിൽ. അതായത് നമ്മുടെ കൈകളിലേക്ക് ആദ്യമായി എത്തിയ ഒരു ആയുധമാണ്. അറിവിന്റെ ലോകത്തേക്ക് നമ്മൾ എത്തിയപ്പോൾ നമ്മുടെ കൈകളിലേക്ക് എത്തിയ ആദ്യത്തെ ആയുധം. അത് നമ്മൾ എന്ത് ചെയ്തു? മെല്ലെ മെല്ലെ എഴുതാൻ പഠിച്ചു. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായി. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഈ ഒരു ലാപ്പിസ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. ഇന്നത്തെ പ്രയോറിറ്റി അല്ല നാളത്തെ പ്രയോറിറ്റി, നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ സമയത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് 2028-ലെയും 2030-ലെയും 35-ലെയും ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. ആസ് എ ബിസിനസ്മാൻ നേരത്തെ ഞാൻ പറഞ്ഞു 4 സ്കില്ലുകൾ. 1 ലീഡർഷിപ്പ് സ്കിൽ, 2 കോപ്പിറൈറ്റ് സ്കിൽ, അല്ലെ? ക്ലോസിംഗ് ആൻഡ് കോച്ചിങ്. 4 സ്കില്ലുകൾ. ഈ 4 സ്കില്ലുകൾ നാം ഡെവലപ്പ് ചെയ്യുന്നത്. ആ 4 സ്കില്ലുകളെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നമ്മുടെ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിൽ നമ്മളെല്ലാവരും തന്നെ ഫോക്കസ് ചെയ്യുന്ന ടു ഡു ലിസ്റ്റിലേക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാമെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടു ബി ലിസ്റ്റിലേക്കാണ്. ടു ബി ലിസ്റ്റിലേക്കാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റ് നിങ്ങൾ ഓരോരുത്തരും തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നാളത്തെ കാര്യങ്ങളോടൊപ്പം തന്നെ, കാരണം ആ മേജർ തിങ്സ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ വേർ യു വാണ്ട് ടു ബി, അതിലേക്കുള്ള ആക്ടിവിറ്റികൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്.
ഒരുപക്ഷെ ഒരു സെയിൽസിനപ്പുറത്ത് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യലായിരിക്കാം, ഒരു മീറ്റിംഗിൽ പങ്കെടുക്കലായിരിക്കാം, ഒരു നോളജ് അക്വയർ ചെയ്യാം, ഒരു ഒരു അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ. നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന എല്ലാ ഇൻസിഡന്റുകളെയും നമുക്ക് ഇൻസൈറ്റുകളാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന എല്ലാ കാര്യവും ഒന്നുകിൽ ഒരു ലേണിംഗ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ അത് വിജയിച്ചിരിക്കും, നമ്മളൊരു ആക്ടിവിറ്റിന് ഭാഗം. ചില പരാജയങ്ങളും ചില വിജയങ്ങളും. വിജയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതെങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ചിലത് പരാജയപ്പെട്ടു പോകും, ചിലത് നമ്മൾ എല്ലാവരും തെറ്റും, ആരും തന്നെ പെർഫെക്റ്റ് അല്ല. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ, ആ പെൻസിലാണ് നമ്മളെ എന്തെങ്കിലും മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ആ പെൻസിൽ നമുക്ക് നൽകുന്ന ഇൻസൈറ്റുകളുണ്ട്. എഴുതി എഴുതി എന്ത് ചെയ്യാം, നമ്മൾ കൃത്യമായി മാറുക. അവിടെ ആ കോപ്പി റൈറ്റ് സ്കില്ലും ക്ലോസിംഗ് സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും കോച്ചിങ് സ്കിൽ, കാരണം ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ എന്തോ ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ രംഗത്ത് ഇവിടെ എത്തിയത്, അല്ലെ? നമ്മൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയ നമ്മുടെ ചില ക്വാളിറ്റികളുടെ ഭാഗമാണ്. ഈ ക്വാളിറ്റിയിൽ നിന്നും നമുക്ക് ആ കോപ്പി റൈറ്റ് സ്കിൽ ഒന്നുകൂടി ബെറ്റർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഓർഗനൈസേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെ അത്തരത്തിലുള്ള സ്കിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ശ്രീജി പഠിപ്പിച്ചെന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, ഒരു തോട്ട് ബാസ്കറ്റ്. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും ഈ 4 സെഗ്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ്സുകൾ നാം ഓരോരുത്തർ തന്നെ നടത്തിയത്. ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എന്റെ ഇന്നത്തെ ദിവസത്തിൽ എന്റെ ഗോളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ലീഡർഷിപ്പ് സ്കില്ലിൽ ഞാൻ എന്താണ് ചെയ്തത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ലേറ്റർ. ഒരു കോപ്പി റൈറ്റിംഗ് സ്കില്ല് എനിക്ക് കൃത്യമായിട്ട് എഴുതുവാൻ സാധിച്ചു. എന്റെ ക്ലോസിംഗ് സ്കിൽ എവിടെയാണ് ഉള്ളത്, എന്റെ കോച്ചിങ് സ്കിൽ. കാരണം ക്ലോസിംഗ് സ്കില്ലും കഴിഞ്ഞ് നമുക്ക് ഒരു നല്ലൊരു ടീം ഉണ്ടായി വരികയാണ്. അവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ നമ്മുടെ ടീമിനെ കോച്ച് ചെയ്യും. സുജീബ് സർ, യെസ് ആ കോപ്പി റൈറ്റിംഗ് സ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് കോപ്പി റൈറ്റിംഗ് സ്കിൽ. കോപ്പി റൈറ്റിംഗ് സ്കില്ല് അധികാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക്, അതായത് ഏത് സ്ഥാപനത്തിന്റെയും ആദ്യത്തെ ഭാഗത്ത് എന്താ തന്നെയാണ് അട്രാക്ട് ചെയ്യാനുള്ളത്. നമ്മൾ അല്പം ബിസിനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ എന്റെ ഫ്രണ്ട് പറഞ്ഞു എടാ ഗാർമെന്റ്സിന് നല്ല പരിപാടി ഉണ്ടോ, നമുക്ക് തുടങ്ങിയാലോ. ഇവിടെ പ്രവാസികളെല്ലാം നാട്ടിൽ പോയി ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഒരു കോഫി ഷോപ്പ്, അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ്. എന്താണ് എടാ നമ്മൾ അപ്പുറത്തുള്ള മരീദിന് നല്ല അടിപൊളി ബിസിനസ്, അപ്പൊ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ സാധ്യത ഉണ്ട്, നമുക്ക് ചെയ്താലോ. ഇതാണ് പലപ്പോഴും നമ്മളെ ബിസിനസ് രംഗത്തേക്ക് എത്തിക്കുന്നത്. ഏത് തരത്തിലുള്ള ഒരു പെയിനിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ ഒരിക്കലും തന്നെ ആലോചിക്കാറില്ല. ബിസിനസ് രംഗത്തേക്ക് വരുമ്പോൾ ആദ്യം നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം യു ആർ ഗോയിങ് ടു സോൾവ്. ഈ പ്രോബ്ലം ആണ് ഏറ്റവും വലിയ വിഷയം. ഈ പ്രോബ്ലം ഏറ്റവും ഒരു ബേണിംഗ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കത്തിക്കാനും. ഈ പ്രോബ്ലം ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറുതായിരിക്കും ഉണ്ടാകും. ഈ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്കിൽ ആദ്യത്തെ. ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമുക്ക് എവിടെ നമ്മൾ പിച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഈ പ്രോബ്ലം ഉള്ള വ്യക്തികൾക്ക് പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യും, സോൾവ് ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ ബിസിനസ്. അപ്പൊ ആ വ്യക്തികളെ നമുക്ക് മനസ്സിലായി, അവരെ നമുക്ക് എങ്ങനെ അട്രാക്ട് ചെയ്യും. അപ്പൊ അട്രാക്ഷൻ ആണ് നമ്മൾ ആദ്യത്തെ ഭാഗം. മാർക്കറ്റിംഗിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെ അവയർനെസ് പ്രോഗ്രാമാണ്. ഇങ്ങനെ ഒരു വ്യക്തി
ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓഡിയൻസിനെ അറിയിക്കുന്നത്. അതിൽ നിന്ന് ചില ആളുകൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ആ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് റൈറ്റപ്പുകളും, അതാണ് കോപ്പിറൈറ്റ്. നമ്മുടെ ഈ ഫ്ലോറിലെത്തിയത് സാറിന്റെ ചില വാക്കുകളുണ്ട് Yes. അല്ലെ, Yes. Yes. ഡബിൾ യുവർ പ്രോഫിറ്റ്. നമ്മൾ ഒരു സമയത്ത് കണ്ടതാണ്. ഇപ്പൊ അപ്പൊ ലാസ്റ്റ് സ്റ്റാഫ് നമ്മളൊരു പ്രശ്നമേ അല്ല, ഇനി നിങ്ങളുടെ പ്രശ്നമേ അല്ല. എന്താണ് നമ്മൾ കാരണം നമ്മളൊരു പെയിനാണ് അഡ്രസ് ചെയ്തത് സാർ. Yes. ഇപ്പൊ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ കടം കൊടുക്കരുത്, വാങ്ങരുത്, ലാഭമില്ലാതെ ബിസിനസ് ചെയ്യരുത്. ഇതൊക്കെ ശരിക്കും ആളുടെ മനസ്സിലേക്ക് ചില പെയിനെ അഡ്രസ് ചെയ്യും. അങ്ങനെ അഡ്രസ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളെ ഓഡിയൻസിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന വാക്കുകൾ, അതാണ് കോപ്പിറൈറ്റ്. അതാണ് കോപ്പിറൈറ്റ് അല്ലേ? യെസ് യെസ്. അത് അട്രാക്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ട് നമ്മളെ ആ ഒരു അട്രാക്ട് ചെയ്ത് സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും എന്താണ് നിങ്ങൾ ഇത്തരട്ടത്. അപ്പോ ആദ്യത്തെ അവയർനെസ്, പിന്നെ എന്ത് ചെയ്തു, അട്രാക്ട് ചെയ്തു. മൂന്നാമത്തെ വരുന്നതാണ് ആക്ട്. മൂന്നാമത്തെ ആസ്ക് വരും, പിന്നെന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അവയർനെസ് കൊടുത്തു, രണ്ടാമത് ചെയ്തു, നമുക്ക് എത്തിയത് ആൾക്കാരെ അട്രാക്ട് ചെയ്തു. അട്രാക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവർ ചോദിച്ചു എന്താണ് നിങ്ങൾക്കുള്ള ആ സൊല്യൂഷൻ എന്താണ്. ആ സൊല്യൂഷൻ നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ട് എന്ത് ചെയ്തു, അവർ ആക്ട് ചെയ്തു, ആ പ്രോഡക്റ്റ് നമ്മൾക്ക് വാങ്ങി. അതിനുശേഷമാണ് വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് അഡ്വക്കേറ്റ് ആക്കിയത്. ഏത് കുഴപ്പമില്ല കേട്ടോ, കുഞ്ഞമ്മേന്റെ സോഫ തരക്കില്ല, അടിപൊളിയാണ്, ഞാൻ ഉപയോഗിച്ചു. കുഞ്ഞമ്മേന്റെ അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഈ 5 ഭാഗങ്ങൾ ആ ഒരു ജേർണിയിലുള്ളത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇനി മുതൽക്ക് നിങ്ങളുടെ സമയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരേ ഒരു വാക്ക്, ഒരേ ഒരു ഫ്രെയിം വർക്ക്, ദാറ്റ് ഈസ് ലാപ്പിസ്. ലിസ്റ്റ്, അനലൈസ്, പ്രയോറിറ്റൈസ്, ഇൻസൈറ്റ് ആൻഡ് സീൽ. ഓക്കെ, താങ്ക് യു. 10 മിനിറ്റ്. ഒരു തവണ കൂടി പറയാതെ. ലിസ്റ്റ്, അനലൈസ്, പ്രയോറിറ്റൈസ്, ഇൻസൈറ്റ്, ഇൻസൈറ്റ്, സീൽ. ലിസ്റ്റ്, ഇൻസൈറ്റ്, prioritize, insight, zeal. ഈ 5 കാര്യങ്ങൾ ഫസ്റ്റ് ടൈമിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം. ദിസ് ഈസ് ദ സൊല്യൂഷൻ, ദിസ് ഈസ് ദ ഫ്രെയിംവർക്ക്. ഓക്കെ, 1 2 3 5. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. സൂപ്പർ ക്ലാസ്. താങ്ക് യു വിജയ് സാർ.